ഒരു ദിവസം അഭി നാഗേന്ദ്രനോട് ഫോണിൽ പറയുന്നത് നവ്യ കേൾക്കുകയാണ് കേട്ടോ. ഞാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഇനി ഒരു രക്ഷപ്പെടൽ അവൾക്കുണ്ടാവില്ലെന്നുമൊക്കെ പറയുന്നതാണ് കേൾക്കുന്നത്. കഴിഞ്ഞ് ഒന്നും അറിയാത്ത ഭാവത്തിൽ നവ്യ അഭിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇപ്പോഴും അയാൾക്ക് വല്ല കൂസലുമുണ്ടോയെന്ന് നോക്കിയേ, നീ ആരുടെ കാര്യമായി പറയുന്നതെന്ന് അഭി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയും, നിങ്ങളുടെ ചേട്ടൻ്റെ കാര്യം തന്നെ. ചന്തുമോളുടെ അച്ഛൻ അയാളാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോഴും അത് നിന്റെ തലയിൽ വെച്ച് കെട്ടാനല്ലേ നോക്കുന്നത്? അത് ഇന്നത്തോടെ തീരും നവ്യേ. അവൾ സംസാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. എനിക്കെതിരെ അയാൾ അവളെ കൊണ്ട് പറയിപ്പിക്കും ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്ന് എന്ന് അഭി നവ്യയോട് പറയുകയാണ്. എന്താ നിന്റെ പ്ലാൻ എന്ന് നവ്യ ചോദിക്കുമ്പോൾ അഭി പറയും, ഇന്നവളെ തീർത്ത് കളയാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. എങ്ങനെയെന്ന് നവ്യ ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് അഭി അവിടെ നിന്ന് പോവുകയാണ്. ഇനി താൻ എന്ത് ചെയ്യുമെന്നോർത്തിട്ട് നവ്യക്കാകെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഉടനെ അവൾ നയനയെ വിളിക്കും. എനിക്ക് ആദർശേട്ടനെ നയനയും ഉടനെ കാണണമെന്ന് പറയുകയാണ്. അങ്ങനെ നവ്യ പറഞ്ഞെടുത്ത് നയനയും ആദർശം എത്തുകയാണ് കേട്ടോ. അവിടെ വെച്ച് നവ്യ അവരോട് സത്യങ്ങൾ തുറന്നു പറയുകയാണ്. അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ DNA ടെസ്റ്റ് ചെയ്തിരുന്നു എന്നും അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്നുമുള്ള സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവനെ അനന്തപുരിയിൽ നിന്നും എന്നേക്കുമായി പടിയിറക്കണമെന്നും അവൻ്റെ അച്ഛൻ്റെ ജ്വല്ലറി തകർക്കണമെന്നുമുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. അതാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഞാൻ അതൊക്കെ നിങ്ങളോട് കാണിക്കാതിരുന്നത്. ആദർശേട്ടനെ അൺനോൺ നമ്പറിൽ നിന്നും വരുന്ന മെസ്സേജ് അത് ഞാനാണ് അയച്ചത്. നിങ്ങളെയൊക്കെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മാപ്പ് തരണമെന്നും അവൾ ആദർശനോട് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്ടോ. അഭിയെ തകർക്കാൻ ഏതറ്റം വരെയും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അവൾ പറയുന്നു.